എന്തൊക്കെയാ നമ്മൾ ഈ കാണുന്നത് കേൾക്കുന്നത്? ഞെട്ടിക്കുന്ന നടുക്കുന്നൊരു ഫോൺ സംഭാഷണം ഞാൻ വെച്ചു തരാം. ആയിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഫോൺ സംഭാഷണമാണ്. അതായത് അവർക്ക് 30 വയസ്സാണ്. 27 വയസ്സ് വരെ അവരൊരു ഹിന്ദു ആയിരുന്നു. നിലവിലവർ മുസ്ലിമായിട്ട് ഏകദേശം 3 വർഷമായി. അവർ പറയുന്ന ചില കാര്യങ്ങൾ, അതായത് ആരിഫ് ഹുസൈനോടാണ് പറയുന്നത്. എന്നെ നിർബന്ധിച്ചിട്ടാണ് മുസ്ലിമാക്കിയത്. അതിനുശേഷം ഒറ്റ സെക്കൻഡ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് അവര് പറയുന്നത് അവരെ നിർബന്ധിച്ചിട്ടാണ് മുസ്ലിമാക്കിയത് എന്നൊക്കെയാണ് പറയുന്നത്. ആ ഒരു ഫോൺ സംഭാഷണം ഞാനിപ്പോൾ വെച്ചു തരാം, ആ പെൺകുട്ടി പറയുന്നത്. എന്നാൽ ആ ഫോൺ സംഭാഷണം ഫുള്ളായിട്ട് കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് അത് സ്ക്രിപ്റ്റഡ് ആണെന്നാണ്. കാരണം ഏകദേശം 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഫോൺ സംഭാഷണമാണ്. ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ ക്ലിയറായി കൃത്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ അവസാനമെത്തുമ്പോൾ ആ പെൺകുട്ടി ആദ്യം പറഞ്ഞതല്ല പറയുന്നത്. ഞാൻ പറയുന്നത് അതായത് ആരിഫ് ഹുസൈൻ പൈസ കൊടുത്തിട്ട് ഈ പെൺകുട്ടിയോട് പറയുന്നത് നീ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള സംഗതി പറയിപ്പിച്ചതാണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ആരിഫ് ഹുസൈനോട് ഒരു കാര്യം പറഞ്ഞിട്ട് ആ ഒരു ഫോൺ സംഭാഷണം ഞാൻ വെക്കാം. അതായത് പൊന്ന് ആരിഫ് ഹുസൈനെ, ഇവിടെ ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ ഞങ്ങളെല്ലാവരും ഒന്നാണ്. ഞങ്ങൾ മനുഷ്യന്മാരാണ്. ഇവിടെ ഒരൊറ്റ ദൈവമുള്ളൂ. ആ ദൈവത്തിൻ്റെ പേര് മനുഷ്യ ദൈവമാണ്. ക്രിസ്ത്യൻ അപകടം വന്നാലും, വിൻസെൻറ്റിന് അപകടം വന്നാലും, മുഹമ്മദിന് അപകടം വന്നാലും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ കൂടും. ഞങ്ങൾ മനുഷ്യന്മാരാണ്. ഞങ്ങൾ എന്തിനാണ് നീ തമ്മിൽ തല്ലിക്കുന്നത്? ആരിഫ് ഹുസൈനോട് ഒരൊറ്റ കാര്യം പറയുകയാണ്. അതായത് ആരിഫ് ഹുസൈൻ ഒരു നിരീശ്വരവാദിയാണ്. അദ്ദേഹം ദൈവമില്ല എന്ന് പറയുന്ന ഒരാളാണ്. ഞാനൊരു കാര്യം പറയാം പൊന്നു മനുഷ്യന്മാരെ, ഈ പ്രപഞ്ചത്തിൽ ദൈവമില്ല എന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. എല്ലാവരും ദൈവമില്ല എന്ന് വിശ്വസിക്കാൻ തുടങ്ങിയാൽ നടുറോട്ടിൽ ഒരു പെൺകുട്ടി നടന്നു പോവുകയാണെങ്കിൽ അവളെ കാറിൽ കയറ്റി പീഡിപ്പിക്കും. പേടിക്കൂല. ദൈവത്തെ പേടിച്ചുകൊണ്ടല്ലേ എല്ലാവരും ഒരു അടങ്ങുന്നത്. ഒരൊറ്റ കാര്യം പറയുകയാണ്. ഇപ്പോൾ നമ്മൾ, അതായത് മനുഷ്യരായി ജനിച്ചാൽ ഏതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇപ്പോൾ ആരിഫ് ഹുസൈൻ, ഞാൻ വൃത്തികേട് പറയുന്നില്ല, എൻ്റെ വീഡിയോ കുറേ പേര് കാണുന്നത് കൊണ്ട്. അതായത് അവൻ നമ്മളെ റിച്ചിന് വേണ്ടി, പൈസക്ക് വേണ്ടിയിട്ട്, കണ്ട പെൺപിള്ളേർക്ക് പൈസ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നീ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുകയാണ്. എന്നാൽ 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഒരു ഫോൺ സംഭാഷണം നിങ്ങൾ കേൾക്കണം. അതായത് മുസ്ലിമീങ്ങൾ ഒരു ഹിന്ദുവായ പെൺകുട്ടിയെ മുസ്ലിമാക്കി എന്നാണ് ആ ഒരു ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. എന്നാൽ ആദ്യം പറഞ്ഞതല്ല അവസാനം പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും അത് കേൾക്കണം. ഈ വീഡിയോ നാലാളിലേക്ക് എത്താൻ വേണ്ടി ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യണം, നല്ലൊരു കമന്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ആ ഒരു ഫോൺ സംഭാഷണം കേൾക്കണം. ഓക്കെ, പുതിയതായിട്ട് വന്ന ആള്. അതെ അതെ. ഇസ്ലാമിലേക്ക് വന്നിട്ട് എങ്ങനെയുണ്ട് ഇസ്ലാമിക ജീവിതം? ഒരാവശ്യം ഉണ്ടായില്ലാന്ന് തോന്നി. ഇപ്പൊ എവിടെയാണുള്ളത്? മീൻസ് പർദ്ദക്കകത്താണോ പർദ്ദയ്ക്ക് പുറത്താണോ? ഇതിപ്പോ തൃശങ്കു സ്വർഗത്തിൽ നിക്കുന്ന പോലെ നിക്കുവാണ്. അകത്തുമല്ല പുറത്തുമല്ല എന്നുള്ള രീതിയില്. ഞാന് ഈ ചേട്ടന്റെ വീഡിയോ കണ്ടിട്ട്, അതായത് കാണാൻ തുടങ്ങിയിട്ട് ഒരു 2-3 ആഴ്ച ആവണുള്ളൂ. ഇത് മുന്നേ കണ്ടിരുന്നെങ്കിൽ ഇസ്ലാം ആവില്ലായിരുന്നു. ഇല്ല, ഒരിക്കലും ആവില്ലായിരുന്നു. ഞാനിപ്പോ ഫസ്റ്റ് എനിക്ക് അറിയില്ല. ഞാൻ എന്റെ കൂടെ ഉള്ളവരെല്ലാരും ഇങ്ങനെ നോമ്പ് പിടിക്കണു. അപ്പോ അവര് പറഞ്ഞതൊന്നും ഇതൊന്നുമല്ല, ചേട്ടൻ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒന്നും കേട്ടിട്ടില്ല. അങ്ങനെ ഖുറാനിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ഞാൻ ആലോചിച്ചു ഇത് പറയാഞ്ഞെന്താ. അപ്പോ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ നിന്ന് വരുന്നുള്ളൂ. അതായത് മറ്റുള്ള ആൾക്കാരെ നല്ല രീതിയിൽ കാണുക, അടുത്തുള്ള ആളുകളോട് നല്ല പെരുമാറുക, ഇത്രയും കുറച്ച് നല്ലത് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. ഏത് വിശ്വാസത്തിലാ ആദ്യം ഉണ്ടായിരുന്നത്? ഞാൻ ഹിന്ദു ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വീട്ടിലൊക്കെ? ഇല്ല, ഞങ്ങള് ഒരു പാർട്ടിയിലും ഇല്ലാത്തവരാ. അപ്പോ അങ്ങനെ ആയപ്പോ അത് മാത്രം. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ നമുക്ക് അമ്പലത്തിലൊക്കെ വല്ലപ്പോഴും പോയാൽ മതിയല്ലോ. പോണെങ്കിൽ പോവാം, വേണ്ടെങ്കിൽ വേണ്ട. അപ്പൊ കുറച്ച് ഫാമിലിയിലൊക്കെ കുറച്ച് വിഷയങ്ങളൊക്കെ ആവുമ്പോ നമുക്ക് വിഷമം വരുമ്പോ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോ പിന്നെ ഞാൻ ആലോചിച്ചു നമുക്ക് എപ്പോഴും ഒന്നും പോവാൻ പറ്റുന്നില്ലല്ലോ. അപ്പോ എന്താ സൊല്യൂഷൻ എന്നാലോചിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവരിങ്ങനെ 5 നേരം നിസ്കരിക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോ അതിന് നമുക്ക് സമാധാനം കിട്ടും എന്നൊക്കെ പറഞ്ഞ ഞാന് അതായത്
മഞ്ചേരി സത്യസരണി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതൊക്കെ നിങ്ങൾ സ്വയമാണോ അതോ വേറെ ആരെങ്കിലും നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നാണോ? ഇല്ല, അങ്ങനെ പറഞ്ഞൊക്കെ തരുമോ. എന്റെ കൂടെ ഉള്ളവരെല്ലാരും മുസ്ലിംസ് ആണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. ഇത് ഇപ്പൊ നിങ്ങൾക്ക് എത്ര പ്രായം? എനിക്ക് ഇപ്പോ 30 കഴിഞ്ഞു. 30. ഇത് എത്ര കാലായി ഇതിങ്ങനെ? എത്ര വയസ്സ് മുതൽ? ഞാനിപ്പോ 3 വർഷമായി ഇപ്പൊ ഇസ്ലാമിലേക്ക് വന്നിട്ട്. അപ്പൊ ജോലി സ്ഥലത്ത് നിന്നാണ്? ജോലി സ്ഥലത്തുനിന്ന് അവിടെയാണ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തരിക. നോമ്പ് പിടിക്കാറുണ്ട്, അങ്ങനെ കുറച്ച് നിങ്ങളുടെ സ്ഥാപനം എന്താണ്? സ്ഥാപനം പറയാൻ? ഞാൻ മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലായിരുന്നു. മെഡിക്കൽ പ്രൈവറ്റ് ആണ്? അതെ. അത് മുസ്ലിങ്ങൾ നടത്തുന്നതാണോ? അതെ. ഓക്കെ. അപ്പൊ അവിടെ എങ്ങനെയാ ഈ സംസാരം വരുന്നത്? അവിടെ ഞങ്ങള് നോമ്പ് പിടിക്കുമല്ലോ. നോമ്പ് പിടിക്കുമ്പോ അതായത് രാവിലെ മോർണിംഗ് 9 മണി തുടങ്ങി നൈറ്റ് 9:30 വരെയൊക്കെ ഞങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോ ഫുൾ ടൈം ഇവരായിട്ട് തന്നെയാണ്, ഫ്രണ്ട്സും ഇവര് തന്നെയാണ്. അപ്പോ നമ്മൾ കൂടുതലും ഇങ്ങനെ അതായത് നോമ്പ് പിടിക്കുമ്പോഴൊക്കെ പറയും നല്ല കാര്യമാണ് നീ ചെയ്യുന്നേ, എന്നാൽ ഞങ്ങളിലേക്ക് വന്നൂടെ, അങ്ങനെയൊക്കെ ഒരു ടോക്കിംഗ് ഒക്കെ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ പറയായിരുന്നു. അപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു അങ്ങനെ മതിയായിരുന്നു എന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞു ഇങ്ങനെ സത്യസരണിയിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇല്ല, ഞാനിങ്ങനെ ആലോചിച്ചു ഇങ്ങനെ എവിടെയാണ് ഇങ്ങനെ ചേഞ്ച്. പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥലം പൊന്നാനിയാണ് കേൾക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പൊന്നാനിന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇങ്ങനെ ചേഞ്ച് ആവണത് അവിടെയാണ്. അപ്പൊ ഞാനിങ്ങനെ ഞങ്ങളുടെ ജോലി സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെ ചേഞ്ച് ആവണ ആഗ്രഹമുണ്ട്. അപ്പൊ അവര് പറഞ്ഞ് നമുക്ക് ഇവിടെയൊക്കെ അതായത് എന്താ പറയാ പിരിവിന് വരുന്ന പോലെ ഡൊണേഷനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട്. അത് മഞ്ചേരിക്കാരാ വന്നേ. അത് സത്യസരണി എന്ന് പറയുന്ന കോഴിക്കോട് മഞ്ചേരി അങ്ങനെയാണ് സ്ഥലം. അപ്പൊ അവിടെ നിന്നുള്ള എനിക്ക് നിങ്ങൾ ചോദിച്ചതാണോ ഇത് എവിടെ പോയാൽ പഠിക്കാൻ പറ്റുന്നു? എവിടെ പോയാ പഠിക്കാൻ പറ്റാന്ന് ചോദിച്ചു. പൊന്നാനി ഏതാ? ഇപ്പൊ നിങ്ങൾ ഈ മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എവിടെയാണ്? ആലുവ. ഓ, ആലുവയിൽ ഇത് ചോദിച്ചപ്പോ നിങ്ങളെ മഞ്ചേരിയിലേക്ക് പറഞ്ഞു വിട്ടു. മഞ്ചേരിയിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോ ശരി എന്നാ അവിടെ പോവാലോ എന്ന് വിചാരിച്ചു. അവിടെ നമ്മുടെ ഇഷ്ടത്തിനാണല്ലോ മാറാൻ പോയത്. അപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കുറെ അതായത് നമുക്ക് പരിചയമില്ലാത്ത കുറെ കാര്യങ്ങളാണ്. നമ്മള് വെളുപ്പിനെ എണീക്കുക, എന്നിട്ട് നിസ്കരിക്കുക, അതായത് തഹജ്ജുദ് തുടങ്ങി നമ്മള് പള്ളിയിലായിരിക്കും നിസ്കാരം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അതായത് നമുക്ക് ഒരു ഇല്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നിസ്കാരം വരും. അങ്ങനെ പിന്നെ കുറച്ച് ടൈം ഫുഡ് കഴിക്കാൻ കിട്ടും. അതിനുള്ളിൽ നമ്മുടെ പണികളൊക്കെ കഴിക്കണം. പിന്നെ കുറെ പുറത്തുനിന്നുള്ള ആൾക്കാരെ ഇഷ്ടംപോലെ ആൾക്കാർ ഡെയിലി വന്നുകൊണ്ടിരിക്കുക ഇസ്ലാമിലേക്ക് ചേഞ്ച് ആവാൻ വേണ്ടിട്ട്. അപ്പോ നമുക്ക് തന്നെ അത്ഭുതം, ഡെയിലി ഇങ്ങനെ വരുന്ന എന്താന്ന് ആലോചിച്ചു. അപ്പൊ കുറെ ആളുകളായിട്ട് പരിചയമായി കഴിഞ്ഞപ്പോ ഒരു കാര്യം മനസ്സിലായി. അതായത് കല്യാണം കഴിക്കുക എന്നുള്ള നമ്മള് ലേഡീസ് മാത്രം വേറെ, ബോയ്സ് ഒക്കെ വേറെ സെക്ഷനാ. അപ്പോ ലേഡീസിനോട് സംസാരിച്ചപ്പോ അവരെല്ലാവരും പല മതത്തിൽ നിന്നുള്ളവരാണ്. പക്ഷെ അവരൊക്കെ വന്നത് കല്യാണം കഴിക്കാം എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പൊ ആരും ഇഷ്ടപ്പെട്ടിട്ട് വന്നതല്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്കതൊരു വലിയ അത്ഭുതമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാണ്ട് എങ്ങനെ ഇതിനകത്ത്, കാരണം ഭയങ്കര ടഫാണ്. ലവ് ജിഹാദിന്റെ ഇരകളെ നിങ്ങൾ അവിടെ കുറെ കണ്ടു? അതെ, കൊറേ ഉണ്ടായിരുന്നു. അപ്പോ ഉസ്താദ് അവിടെ പഠിപ്പിക്കണേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞാല് ഇപ്പൊ ചേട്ടൻ പറഞ്ഞതിൽ എനിക്ക് കുറച്ച് 1-2 കാര്യം മാത്രമേ ഞാനിവിടെ കേട്ടിട്ടുള്ളൂ, എന്റെ ചെവിയിൽ കേട്ടിട്ടുള്ളൂ. അതായത് അത് ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിടം എന്നൊരു രീതി പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പൊ ഉസ്താദ് അങ്ങനെ ഒരു വാക്ക് ഉസ്താദിന്റെ വായിന് വീണതാണോ എന്തോ, അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ കിളി പോലോ എന്ന് വെച്ച് കഴിഞ്ഞാ. അപ്പൊ അങ്ങനെയാണോ സ്ത്രീകളെ കുറിച്ച് അത് നമ്മളെ ഇങ്ങനെ താത്തിക്കെട്ടുന്ന ഒരു ഇതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇഷ്ടപ്പെട്ടിട്ട് പോലും എനിക്ക് തോന്നി അങ്ങനെ. പക്ഷെ വേറെ ആരും ചോദിച്ചില്ല. ഒരു ഉസ്താദ് ഇങ്ങനെ ഒരാണായതുകൊണ്ടായിരിക്കാം വേറെ ആരും അതിനെപ്പറ്റി ചോദിച്ചില്ല. ബാക്കി എല്ലാവരും ഞങ്ങൾ എവിടെ നിന്ന് സംശയം ചോദിച്ചാലും ഉസ്താദ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. എന്ന് വെച്ചാ നമുക്ക് ഈ ഖുറാനിലെ മലയാളം അങ്ങനെയൊന്നും അല്ല പറഞ്ഞു തന്നെ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഹിന്ദു ആണെങ്കിൽ എന്റെ ഗ്രന്ഥങ്ങളിലേക്ക് വരും. എത്ര ഗ്രന്ഥങ്ങളുണ്ട്, ഇതൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആണ്, നമ്മളോട് മൊത്തം ക്വസ്റ്റ്യൻ ആണ്. എത്ര ഗ്രന്ഥങ്ങളുണ്ട്, അപ്പോ ശിവൻ ആരാണ്, ശിവന് മക്കളുണ്ട്, അപ്പൊ ദൈവത്തിന് മക്കളുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ നമ്മളിങ്ങനെ നമുക്ക് ആൻസർ ഇല്ല. അപ്പൊ ശരിയാണല്ലോ, ദൈവത്തിന് മക്കളുണ്ടാവോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോ പിന്നെ ബൈബിളിൽ നിന്നാണെങ്കിൽ ക്രിസ്ത്യൻ ആണ് അവിടെ ഉള്ളെങ്കിൽ ബൈബിളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇടും. നമുക്ക് ഉസ്താദ് ഇങ്ങനെ പറയാ, ഇന്ന പേജില് ഇത്ര നമ്പറിൽ നിങ്ങൾ ചോദിച്ചതിന് ആൻസർ ഉണ്ട്,
നമ്മളോട് തുറക്കാൻ പറയും. അപ്പൊ നമ്മൾ തുറക്കുമ്പോ ഇത് കറക്റ്റാ. അപ്പൊ നമ്മൾ തുറന്നു നോക്കുമ്പോ ശരിയാണല്ലോ. അപ്പൊ ഉസ്താദ് പറയും എനിക്ക് എല്ലാം കാണാപ്പാടാണ്. അതായത് ഖുർആൻ ആണെങ്കിലും ബൈബിൾ, നിങ്ങളുടെ ബൈബിൾ ആണെങ്കിലും, അതായത് ഹിന്ദുസിന്റെ എത്ര ഗ്രന്ഥങ്ങളാണെങ്കിലും എനിക്ക് കാണാപ്പാടാണ്. അപ്പോ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് പറഞ്ഞു, ഞാൻ ഉസ്താദ് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര നടത്തി, ഞാനും 2 പുരോഹിതന്മാരും ക്രിസ്ത്യൻസ് അവരായിട്ട് ഒരു വാതുവെപ്പ് നടത്തി. അതായത് ട്രെയിനിൽ ഇങ്ങനെ പോവാ, കുറെ ദൂരം ഇങ്ങനെ സഞ്ചരിക്കുക. അപ്പൊ അതിനകത്ത് നിങ്ങളുടെ ഗ്രന്ഥം വെക്കുക, എന്റെയും വെക്കുക, എന്നിട്ട് ഇതിനകത്ത് ഏതാണ് സത്യം എന്ന് നമ്മളെ എങ്ങ് തിരിച്ചറിയുന്നു. അപ്പോ നിങ്ങളുടെ ആണെന്നാണ് ഞാൻ തിരിച്ചറിയണമെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യനാവും, ക്രിസ്ത്യനിലേക്ക് ആവും. അതല്ല എങ്കിൽ നിങ്ങൾ എന്റെയിലേക്ക് ചേഞ്ച് ആവണമെന്ന് പറഞ്ഞു. അപ്പോ ഇത് ഭയങ്കര പ്രശ്നമായി എന്ന് പറഞ്ഞു. ഇതൊക്കെ സത്യമാണെന്ന് എനിക്കിപ്പോ ഡൗട്ട് ഉണ്ട്. അപ്പൊ അപ്പോ അവര് പറഞ്ഞു ഓക്കെ പറഞ്ഞ് ഇവര് പോയി കഴിഞ്ഞിട്ട് കുറേ ഇങ്ങനെ യാത്ര ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞപ്പോ എന്നിട്ട് ഇവര് പിരിഞ്ഞു. ഇവര് കുറെ ചർച്ചയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവര് 3 പിരിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു പുരോഹിതൻ കുറച്ചു നാള് മുമ്പ് ഫോണില് കലിമ ചൊല്ലി. ഒരു മെസ്സേജാണ് ഇത് വന്നേ, നമ്മള് കലിമ ചൊല്ലി. അപ്പൊ അത് പറഞ്ഞപ്പോ നമുക്കൊരു രോമാഞ്ചം വരുമല്ലോ, ആണോ അപ്പൊ അതാണോ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഞങ്ങളൊക്കെ ഇങ്ങനെ കിടുങ്ങിയിരിക്കുക. അപ്പൊ പിന്നെ ഒരാളെ ഞാൻ ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുക, അയാള് മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞു. അയാള് പോയ വഴി പുല്ല് മുളച്ചില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ജോക്കായിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോ കൊറേ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ചേട്ടൻ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് സ്ത്രീകളെ കുറിച്ചുള്ളത്, പിന്നെ നബി ഇത്ര വയസ്സില് മാരേജ്, ആകെ പറഞ്ഞേക്കുന്നത് ഖദീജ ബീവിനെ, അതായത് ത്യാഗം പോലെ. അപ്പോ ഇപ്പൊ ഞാനിപ്പോ ആരുടെങ്കിലും പറയുവാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയും ഖദീജ ബീവി ക്യാഷ് ടീം ആയിരുന്നു, അത് പറയുന്നില്ല കേട്ടോ എന്ന് നമ്മൾ ഇവിടെ പറയുമ്പോ പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ആർക്കും അത് ഇഷ്ടമല്ല. പിന്നെ കൂടുതൽ പേരും അവിടെ വരണേ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് മാരേജ് ഇല്ല, സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായിക്കും, വീട് വെക്കാൻ, ഡ്രസ്, ഫുഡ്, ഇത് എല്ലാം ഓഫർ ചെയ്തിട്ട് വന്നേക്കുന്ന ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾ മതം മാറി വന്നാൽ നിങ്ങൾക്ക് വീട് വെച്ചുതരാന്ന്. അതായത് ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് നമ്മൾ അവിടെ നിന്ന് തന്നെ അവരുടെ ചെവിയിൽ കേട്ട കാര്യമാണ്. ഇങ്ങനെ അവിടെ വന്നു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്ക് എന്നതൊക്കെ ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം സെറ്റാണ് എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് കഴിയുമ്പോ ചൊല്ലുക, 2 മാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ കഴിഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പടിയാണ് ഇപ്പടിയാണോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെന്നുകൊണ്ട് എനിക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതിങ്ങനെയാണോ ഇസ്ലാമിലേക്ക് വരുന്നത്, ഇതാണ്. അപ്പൊ കാരണം നമ്മുടെ ദീന് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷെ ഇപ്പൊ ഞാൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഖുറാനിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെ നമ്മള് പണ്ട് ഒരു ബുക്ക് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ അടിമ സ്ത്രീയെ ഇങ്ങനെ വ്യഭിചരിക്കുന്ന കാര്യം അങ്ങനെയും, പിന്നെ എന്താ പറയാ ആ ഒരു സെക്സിൽ ഇതൊക്കെ പറയുമ്പോ പണ്ടൊരു ബുക്ക് ഉണ്ടല്ലോ ചേട്ടാ, മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞേ, എനിക്ക് അത് ഓർമ്മ വന്നേ. എന്താ വെച്ച് കഴിഞ്ഞാ അത് ഇതും തമ്മിൽ എന്താ വ്യത്യാസമുള്ളേ, അതിനകത്ത് ഒരു വ്യത്യാസമില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു ഇത്ര ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ എന്തിനാ അതിനകത്ത് കൊണ്ട് എഴുതി വെക്കാൻ പോയേ. ആൾക്കാരോട് പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല, പിന്നെ അതിനകത്ത് എന്തിനാ എഴുതി വെക്കാൻ പോയി, അത് ആളുകൾ പിന്തുടരും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഇതിന്റെ മലയാളം ആർക്കും അറിയൂല. ഇതെന്താ പറയണേ, അവിടെ നിന്നാണ് ഞങ്ങൾ പറയും. ഇപ്പോ എന്തെങ്കിലും അതുമായിട്ട് പറയുമ്പോ അതിന്റെ മലയാളം മീനിങ് ഒരു അച്ചടി പോലെ ഇങ്ങനെ പറഞ്ഞു തരും. അതിന്റെ ഇപ്പോ കാഫിറിനെ കുറിച്ച് പറയണത് അതുണ്ടല്ലോ, അതാണെങ്കിലും ക്ലിയർ ആയിട്ട്, അതായത് മറ്റുള്ളവരെ, അതായത് മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരെ അവരെ എങ്ങനെ ചെയ്യണം അതൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കും. കാരണം ഒരു പാരമ്പര്യ മുസ്ലിംസിനോട് ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുമായിരിക്കാം, പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വന്നവരാ. അപ്പൊ നമ്മുടെ അടുത്ത് പറയുമ്പോ നമ്മള് എന്തായാലും റിട്ടേൺ ഞങ്ങളൊക്കെ നിങ്ങളുടെ മതം പഠിക്കാൻ വേണ്ടി വന്ന നിങ്ങളുടെ അടുത്ത് ഈ വെളുപ്പിച്ച നല്ല സാധനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ കേട്ടിട്ടുള്ളൂ. ഞാൻ ആകെ പറഞ്ഞ് കേട്ടേക്കണത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോ ചേട്ടന്റെ വീഡിയോസ് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ 2 വർഷത്തിന് മുന്നേ പോയതാ. എന്നിട്ട് കലിമ ചൊല്ലിയത് എന്നാണ്, എത്ര വർഷം മുന്നേ?
ഇത് തന്നെ അത് പോയി അവിടെ ചെല്ലുമ്പോ അന്ന് തന്നെ നമ്മൾ അവിടെ കേറുമ്പോ തന്നെയാണ് അവർ കലിമ എങ്ങനെയാണ് ആ കലിമ ചൊല്ലണത് ഒന്ന് പറഞ്ഞുതരും. മുഹമ്മദ് റസൂലുള്ള ഇത്രേ പറയുന്നു, ഇത്രേ പറഞ്ഞു. ഇത് ആരുടെ മുന്നിലാ പറയുന്നത്? ഇത് അവിടെ ഉസ്താദുണ്ട്, മെയിൻ ഉസ്താദുണ്ട്. അപ്പൊ അത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോട് എന്തെങ്കിലും കൈ കഴുകാനോ കുളിക്കാനൊക്കെ പറയൂ? വേറെ ഒന്നും പറഞ്ഞില്ല. നേരെ ചെല്ല അങ്ങോട്ടേക്ക്. നമുക്ക് സെക്ഷൻ വേറെ ഉണ്ട്, ലേഡീസിന്റെ സെക്ഷൻ വേറെ ഉണ്ട്. ഇടാൻ പർദ്ദ അവിടെ നിന്ന് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല, അല്ലെങ്കിൽ അവർ അവിടെ തരും. നിങ്ങൾ എത്ര നാൾ അവിടെ നിന്നു? 2 മാസത്തെ കോഴ്സാണ്. 2 മാസം അവിടെ നിന്നു അതോ പോയി വന്നോ? അവിടെ നിന്നു. ഇല്ല, അവിടെ നിക്കണം. ഇപ്പൊ ഈ ജോലിയുടെ ഇടയിൽ നിങ്ങൾ അങ്ങനെ പോകുമ്പോ ജോലി ഇവിടെ ലീവ് തന്നു. ഞാനൊരു മുസ്ലിം ആണ്, എന്നിട്ട് ഷോപ്പിലെ ഓണർ. അപ്പൊ എനിക്ക് 2 മാസത്തെ ലീവ് ഇതിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പൊക്കോ, കുഴപ്പമില്ല, വേറെ ആളെ എടുക്കണില്ല, നീ തന്നെ പോയിട്ട് വായോന്ന് പറഞ്ഞിട്ട് 2 മാസത്തെ ശമ്പളം തന്നു. ഇല്ല, 2 മാസം ശമ്പളമായിട്ടല്ല ഞാൻ വന്നത്, കാലിയായിട്ടാണ് വന്നത്. അവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമ്മള് ജോലിക്ക് പോണില്ലല്ലോ. അപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ നമുക്ക് സക്കാത്ത് പോലെ തരില്ലേ, അതുപോലെ പൈസ തന്നു. അപ്പൊ എനിക്കത് അപ്പൊ അതായത് എന്റെ ഒരു മാസത്തെ സാലറി ആണ് തന്നത്. അപ്പൊ എനിക്കതൊരു ആശ്വാസമായിരുന്നു. നമുക്കത് കിട്ടിയപ്പോ വെറുതെ വന്ന് പണിയെടുത്തിട്ടില്ല. എന്റെ വീട് ആലുവ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നടക്കുമ്പോ നിങ്ങൾ വീട്ടുകാരോട് എന്താ പറഞ്ഞത്? വീട്ടുകാർക്ക് അറിയോ? വീട്ടുകാർക്ക് അറിയാൻ പാടില്ല. അറിയില്ല? ഇല്ല, അതായത് ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും അറിയില്ല. നിങ്ങൾ അവിടെ പോയി നിന്നതോ മതം മാറിയതോ ഒന്നും വീട്ടുകാർക്ക് അറിയില്ല? ഒന്നും അറിയില്ല. ഇല്ല. അപ്പൊ ഇതിപ്പോ വീഡിയോ കോള് വരുമ്പോ വീട്ടുകാർ അറിയില്ലേ? കോള് അല്ല, ഇത് എന്റെ ഫാമിലി പ്രോബ്ലം ഇല്ല. അപ്പോ ഞാന് ഫാമിലിന്ന് മാറി താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരുപാട് വർഷമായി. അപ്പോ അതുകൊണ്ട് ഇപ്പൊ എന്റെ ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ മാരേജിൽ കുറെ വിഷയങ്ങളുണ്ടായി. അങ്ങനെ അതുകൊണ്ട് വീട്ടില് ആർക്കും അറിയില്ല. അതായത് നമ്മളിങ്ങനെ എന്താ പറയാ, ഒഴിഞ്ഞിട്ടേക്കണെന്ന് പറയില്ലേ, അങ്ങനെയാണ്. കുഞ്ഞിലേ മുതലേ അവർക്ക് ആൺകുട്ടികളെയാണ് ഇഷ്ടം, പെൺകുട്ടികൾ ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ട് കാര്യമില്ല, അത് വേറെ ആൾക്കാർക്ക്. അങ്ങനെ ഒരു ഞാന് ഫാർമസിയാണ്. അപ്പൊ ഈ നിങ്ങള് അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും വിവാഹം അങ്ങനെ വല്ലതും വന്നോ? ഈ പറയുന്ന മതം മാറിയതിനു ശേഷം അങ്ങനെ ആലോചന വരെ? അങ്ങനെയൊന്നുമില്ല. അവിടുന്ന് അങ്ങനെ എന്തെങ്കിലും അറേഞ്ച് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ നിന്ന് ചേഞ്ച് ആവണേന് മുന്നേ ഭയങ്കര കാര്യം ഒക്കെ ആയിരുന്നു. പക്ഷെ ചേഞ്ച് ആയി ഇവിടെ വന്നപ്പോ നമുക്ക് ഫാമിലിയിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ ഒരു മനുഷ്യനെ കണ്ടില്ല. എന്ന് വെച്ചാൽ അതേപോലെ തന്നെ ഫാമിലിയിൽ അവിടെ, അതായത് എനിക്ക് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോ അത് ആയിട്ട് ഞാൻ അവിടെ പോയിട്ട് അവിടെ നിക്കാഹ് ചെയ്യുകയാണ് ചെയ്തത്. അവിടെ തന്നെ കോഴ്സ് കഴിഞ്ഞപ്പോ ഇറങ്ങുന്ന ടൈമിൽ അവർ നിക്കാഹ് കഴിപ്പിച്ചു. അപ്പൊ അവർ പറഞ്ഞു എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു സമാധാനം, പ്രോബ്ലം ഉണ്ടാവില്ല, നമുക്ക് വിശ്വാസമുള്ള ഒരാളാണല്ലോ എന്ന് പറഞ്ഞ്. അതേപോലെ തിരിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവരുടെ ഫാമിലിയിൽ ഭയങ്കര പ്രോബ്ലം ആയി, നടക്കൂല. അതായത് അവിടെ ചെന്ന് ഹസ്ബൻഡിന്റെ ഫാമിലിയില് ഭയങ്കര പ്രശ്നം. അത് ഹിന്ദു തന്നെയല്ലായിരുന്നോ? അല്ല, ഹസ്ബൻഡ് മുസ്ലിമാണ്. അത് ശരി. അപ്പോ അതിനുശേഷമാണ് അപ്പൊ നിങ്ങൾ മതം മാറാൻ പോയെ? അല്ല, ഞാന് ഫസ്റ്റ് ഞങ്ങളെ ഇഷ്ടമായിരുന്ന ടൈമിലാണ് മതം മാറാൻ വേണ്ടിട്ട് പോയേ. അപ്പൊ ഇവനിക്ക് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, നീ എന്തായാലും കുഴപ്പമില്ല, ഹിന്ദു എന്തായാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് മതം മാറിയത് ഈ ഇഷ്ടം കൊണ്ടാണോ അതോ ഈ കല്യാണത്തിന് വേണ്ടിയിട്ടാണോ? ഇഷ്ടം കൊണ്ടാണ് മാറിയത്. പക്ഷെ വീട്ടിലും കൂടി കയറണമെങ്കിൽ അവർ അംഗീകരിക്കണമെങ്കിൽ ഞാനൊരു മുസ്ലിം ആയിരിക്കുമെന്ന് എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് അവരംഗീകരിക്കില്ലല്ലോ. അതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ അവിടെ പോകേണ്ടി വന്നത്? അതെ, അവിടെ അതുകൊണ്ടാണ് പോകുന്നത്. സത്യസരണിയില് നിങ്ങൾ പോയപ്പോ നിങ്ങളും ഈ വിവാഹത്തിന് വേണ്ടി വന്ന ആൾ തന്നെയല്ലേ? അല്ല, ഇവർക്ക് കുഴപ്പമില്ല, എന്റെ ഹസ്ബൻഡിന് കുഴപ്പമില്ല. ഇങ്ങനെ ഹസ്ബൻഡിന് കുഴപ്പമില്ല, ശരി. പക്ഷെ ഇതേ ഹസ്ബൻഡിനല്ലേ പറഞ്ഞ വീട്ടുകാർ അംഗീകരിക്കണമെങ്കിൽ മതം മാറണം എന്ന് പറഞ്ഞത്? ഇല്ല, ഹസ്ബൻഡ് പറഞ്ഞിട്ടില്ല. അത് എന്റെ ചിന്തയാണ്. വീട്ടുകാരങ്ങനെ പറഞ്ഞില്ല? ഇല്ല, വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു, അവര് പറഞ്ഞിട്ടില്ല. ഇഷ്ടമായ ടൈമിലാണല്ലോ ചേഞ്ച് ആവാൻ പോയത്. അപ്പൊ അത് അപ്പൊ ഇങ്ങനെ ഒന്നുകൂടി പറയുകയാണെങ്കിൽ 3 വർഷം മുന്നേ, നിങ്ങൾ എത്ര വർഷം മുന്നെയാണ് അപ്പൊ ഇയാളെ പരിചയപ്പെടുന്നത്? ഞങ്ങൾ 5 വർഷമായിട്ട് പരിചയമുണ്ട്. അതായത് ഇപ്പൊ 3 വർഷമായിട്ടാണ് നിങ്ങൾ മതം മാറിയത്, ഈ സംഭവമൊക്കെ ഉണ്ടായത് അല്ലെ? 3 വർഷം മുന്നേ 2023
അതെ. അപ്പൊ അതിനും 2 വർഷം മുന്നേ ഇദ്ദേഹത്തെ പരിചയമുണ്ട്. പരിചയമുണ്ട്. ഓക്കെ. അപ്പൊ ആ പരിചയപ്പെടുന്ന സമയം മുതൽ നിങ്ങൾ ഈ ഇസ്ലാമിനെ കുറിച്ചും ഈ രീതികളെ കുറിച്ചൊക്കെ നിങ്ങൾ അറിയാൻ തുടങ്ങി. അതെ, കുറെ കഥകളും ഇങ്ങനെ പറയുന്ന അബിയുടെ കഥകളും ഒക്കെ അപ്പൊ അങ്ങനെ അറിയുന്ന സമയത്താണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. അതെ. അപ്പൊ ആ ജോലി കിട്ടി, നിങ്ങൾ അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞിരുന്നു? എവിടെ ജോലി? അല്ല, ഞങ്ങള് ജോലി ഒരുമിച്ച് വർക്ക് ചെയ്തോണ്ടിരുന്നേ. അപ്പൊ അവിടുന്നാണോ കല്യാണം നടന്നത്? അല്ല, കല്യാണം നടന്നത് ഇവിടെ ഈ 2 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങണ ദിവസമാണ്. അവിടെ അങ്ങനെയാണ് അവിടെ രീതി. അവിടെ വെച്ചാണോ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്? അല്ല, ഇവിടെ വെച്ചേ പരിചയമുണ്ട്. അല്ലാണ്ട് അതിന് ശേഷമാണ് ഞാൻ അവിടെ പോയത്. അപ്പൊ നിങ്ങൾക്ക് ഈ നോമ്പെടുക്കാനും അതുപോലുള്ള കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞു തന്നിരുന്ന സുഹൃത്ത് എന്ന് പറഞ്ഞ ഈ സുഹൃത്തായിരുന്നു? അതെ അതെ. അങ്ങനെ പണ ഇപ്പൊ ശരി. നോമ്പ് എടുക്കണത് എനിക്ക് പറഞ്ഞു എന്നുവെച്ചാ കൂട്ടത്തില് അവര് നോമ്പ് എടുക്കുമ്പോ ഞാൻ പിടിക്കും, അങ്ങനെയാണ്. അല്ലാണ്ട് നോമ്പ് തുറക്കണെന്നും എനിക്ക് അറിയൂല. അവര് അല്ല അതല്ല. അപ്പൊ ഒന്നുകൂടി നമുക്ക് ഡോട്ട്സ് ഒന്ന് കണക്ട് ചെയ്യണമല്ലോ, ഇതിന്റെ സ്റ്റോറി ലൈൻ കറക്റ്റ് ആവണ്ടേ. അല്ലെങ്കിൽ നിങ്ങൾ പറയണ എന്തോ തകരാറുണ്ടെന്ന് നാട്ടുകാർ പറയുള്ളൂ. അപ്പൊ 5 വർഷം മുന്നെയാണ് നിങ്ങൾ ജോലിക്ക് കയറുന്നത്? അതെ. ഓക്കെ. 5 വർഷം മുന്നേ ജോലിക്ക് കയറി പഠിച്ചു കഴിഞ്ഞപ്പോ, അതായത് നിങ്ങൾ 25-ാം വയസ്സിൽ. ഓക്കെ. അവിടെ കയറുന്നിടത്താണ് നിങ്ങൾ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഓക്കെ. അപ്പോ ആ കൂട്ടുകെട്ടിലൂടെ നിങ്ങൾ ഇസ്ലാമിനെ കൂടുതൽ അറിയുന്നു. തീർച്ചയായിട്ടും. അങ്ങനെ നിങ്ങൾ പ്രണയത്തിലാവുന്നു. പ്രണയത്തിലായപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. കല്യാണം കഴിക്കാൻ അപ്പൊ തീരുമാനിച്ചിട്ടില്ല. അതായത് വീട്ടിലൊക്കെ പറയാ, എന്നിട്ട് ഓക്കെ ആക്കാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനിടയിലാണ്. ശരി. അപ്പൊ നിങ്ങൾ അവിടെ ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ പ്രണയത്തിലായി അവിടുന്ന് 5 വർഷം മുന്നേ പരിചയപ്പെട്ട സമയം മുതൽ, ജോലിക്ക് കയറി കൊടുത്തത് മുതൽ. അത് കഴിഞ്ഞ് നിങ്ങൾ ഇസ്ലാമിനോട് അടുക്കുന്നു. ഇസ്ലാമിനോട് അടുത്തപ്പോ നിങ്ങൾ ഇസ്ലാം പഠിക്കണമെന്ന് ആളോട് പറയുന്നു. അപ്പൊ ആളാണ് നിങ്ങൾക്ക് ഈ മറ്റെന്താണ് ഈ സത്യസരണി പരിചയപ്പെടുത്തി തരുന്നത്? അല്ല, അത് എന്റെ ജോലി സ്ഥലത്തുള്ളവരാണ് പരിചയപ്പെടുത്തി. ഇദ്ദേഹം ജോലി സ്ഥലത്ത് തന്നെയല്ലേ? അല്ല, ഈ പുള്ളിയൊക്കെ സ്റ്റാഫുകളാ, അവിടുത്തെ ഓണേഴ്സ് ആണ് എനിക്ക് പരിചയപ്പെടുത്തിയത്. ഓക്കെ. അപ്പൊ പുള്ളി അവിടെ ഉണ്ടായിരുന്നു. പുള്ളി ഈ പറയുന്ന ഇസ്ലാം മതം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു, സത്യസരണി ഓണേഴ്സ് പരിചയപ്പെടുത്തി തന്നു. അതെ. ഓക്കെ. അപ്പൊ വീണ്ടും ആൾക്കാരുടെ എണ്ണം കൂടി. അത് കഴിഞ്ഞ് നിങ്ങൾ അവിടെ പോയി മതം പഠിച്ചു, ഇസ്ലാമിലേക്ക് വന്നു, കലിമ ചൊല്ലി. കലിമ ചൊല്ലി കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിവാഹം അവിടെ നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പൊ നിങ്ങൾ ഇതിലേക്ക് കലിമ ചൊല്ലി ഇതിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് വിശ്വാസത്തെക്കാൾ ഉപരി ഇത് നടന്നാൽ ആക്സെപ്റ്റൻസ് കുറച്ചും കൂടി കൂടുതൽ കിട്ടുമെന്നുള്ളൊരു ധാരണ. അല്ല, ഞാന് അവിടെ എന്റെ കോഴ്സിന്റെ ലാസ്റ്റ് ഡേ, അതായത് 2 മാസത്തിന് ഒരു 2-3 ദിവസം മുമ്പാണ് ഞങ്ങള് അവിടെ മാരേജ് കഴിക്കാമെന്ന് തീരുമാനിക്കുന്നത്. അതുവരെ മാരേജ് എന്നുള്ളത് വീട്ടുകാരൊക്കെ അറിഞ്ഞ് പതിയെ മതി എന്നുള്ള രീതിയിലാണ്. അവിടെ വെച്ച് 2 ദിവസത്തിനുള്ളിലാണ്. അവിടെ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒരു സുഹൃത്ത് കൊണ്ടുവന്നാക്കി എന്ന് മാത്രമേ അവിടെ ഉള്ളവർക്കും അറിയുള്ളൂ. എല്ലാരും കണ്ടിട്ടുള്ളൂ. അതിനുശേഷമാണ് 2 ദിവസം ഉള്ളപ്പോഴാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് എക്സാം ഉണ്ട്. ആ സമയത്താണ് ഞാൻ അവിടെ പറഞ്ഞത് ഇങ്ങനെ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അവിടെ ഇങ്ങനെ മാരേജ് ചെയ്ത് എല്ലാരെയും വിടുന്നുണ്ട്. അവസാന ടൈമില് മാരേജ് അവിടെ തന്നെ നിക്കാഹ് കഴിപ്പിച്ചിട്ടാണ് വിടണേ. നമുക്കറിയില്ലല്ലോ. ഇത് കേരള സ്റ്റോറി മൂവിയിൽ കാണുന്ന മാതിരി തന്നെയാണ്. അതെങ്ങനെയാ? കേരള സ്റ്റോറിയിൽ ഇതേപോലല്ലേ, ഒരു പള്ളിയിൽ ഇരുത്തിയിട്ടാണല്ലോ അവിടെ നിക്കാഹ് കഴിച്ചു വിടുന്നത് ഇല്ലേ? ഇല്ലല്ലോ. നിങ്ങളൊന്ന് കാണണം. എന്നിട്ട് അതിൽ കണ്ടതും നിങ്ങളുടെ സ്റ്റോറി തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് പറയണം. നമ്മൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ പൊന്നാനിന്ന് കുറെ ആൾക്കാർ അവിടെ നിന്ന് ചാടി പോന്നിട്ടുണ്ട് അവിടത്തെ. അതായത് അപ്പൊ ഞാൻ ചോദിച്ചു, ലേഡീസിനോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഞാൻ ആദ്യം അവിടെ പോവാനിരുന്നത്, എന്തുകൊണ്ടാ പോന്നേന്ന് ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞത് ഞങ്ങള് പീരീഡ്സ് ആണ് എങ്കില് അത് അവരെ കാണിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുട്ടി പറയണേ? അപ്പൊ അവര് പറഞ്ഞ കാര്യമാണ്, എനിക്കറിയാം ഇത് പബ്ലിക്കായിട്ട് എല്ലാരും കേൾക്കും, പക്ഷെ അവര് പറഞ്ഞത് കാര്യം ഇങ്ങനെയാണ്. അതായത് നമ്മൾ പീരീഡ്സ് ആയ നമ്മൾ നുണ പറയുകയാണോ, നിസ്കരിക്കാനുള്ള മടി കൊണ്ട് പറയുകയാണോ, അതിന് വേണ്ടിയിട്ട് അത് അവരെ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓടി, ഇവിടെ ഇങ്ങനെ പ്രശ്നമില്ല എന്നറിഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഓടിപ്പോന്നേ എന്ന് പറഞ്ഞു. അപ്പൊ അതായത് അവിടെ നിന്ന് പഠിച്ചു. അപ്പൊ ഇവിടെ വരുമ്പോ ഇങ്ങനെയൊക്കെ ഓതനാണെന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞേ ഞങ്ങൾ ഇന്ന സ്ഥലത്തായിരുന്നു, എക്സാം ആവണേനൊക്കെ മുന്നേ ഞങ്ങൾ ഓടിപ്പോകുന്നു, അതൊരു ജയിലാണ്, അവിടെ ഒരു രക്ഷയില്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, നമ്മൾക്കൊന്നും പറ്റൂല അവിടെ നിക്കാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അങ്ങനെ അപ്പൊ നമ്മുടെ കഥയുടെ ബാക്കി. എന്നിട്ട് പിന്നെ എപ്പോഴാണ് നിങ്ങൾ പിരിയുന്നത്? പിരിയാനുണ്ടായ കാരണം ഇതുമായി കണക്ട് ചെയ്ത് വല്ലതാണോ അതോ മറ്റെന്തെങ്കിലും ആയിരുന്നു? ഇതുമായിട്ടല്ല, അവർക്ക് വീട്ടുകാർക്ക് എന്നാ ഇഷ്ടല്ല.
അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക്. അപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ വാപ്പ പറയണത് ഇല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യൂല. അത് നമുക്കറിയില്ലായിരുന്നു. അത് അവസാന ടൈം ആയി കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് അവര് പറയണേ കേൾക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ എന്നോട് വെയിറ്റ് ചെയ്യാനോ ഒന്നും പുള്ളി പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി, ഹോസ്പിറ്റലായി, ഞാൻ സൂയിസൈഡ് ചെയ്തു. എന്നിട്ട് അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ വാപ്പ പറഞ്ഞു, ഇങ്ങനെ വീണതാണെന്നോ അങ്ങനെ മുറിഞ്ഞതാണോന്നോ നീ പറയണം ഹോസ്പിറ്റലില്, അല്ലാണ്ട് വേറെ ഒന്നും പറയരുത്. അപ്പൊ സ്നേഹത്തോടുകൂടിയാ പറയണേ. ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ രീതി മാറും എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മോള് അങ്ങനെ പറയുന്നു കേട്ടോ, മോള് എന്റെ മോളെ പോലെ തന്നെയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ പറഞ്ഞ്. അപ്പോ ഹോസ്പിറ്റലിൽ വെച്ചപ്പോ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചത്, നന്നായിട്ട് മുറിവുണ്ട്, അപ്പോ 5-6 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞ് നല്ല രീതിക്ക് മുറിഞ്ഞിട്ടുണ്ട്, പുറത്ത് നിൽക്കുന്ന ഹസ്ബൻഡാണോ എന്ന് ചോദിച്ചപ്പോ അതേ ഹസ്ബൻഡാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ ഇപ്പൊ പറഞ്ഞോ, അവര് കാരണല്ലേ ചെയ്ത്, ഞങ്ങൾ ഇപ്പൊ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോലീസിനെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ ശരി, എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റൂല, ഇത് ഞാൻ എന്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്തതാണ്, എനിക്ക് അവരെ പറയാൻ പറ്റൂല. കാരണം ഒരു സൈഡില് വാപ്പ പറഞ്ഞ് വിട്ടേക്കണം എന്റെ മോളെ പോലെയാണ്. അപ്പൊ നമ്മളൊരു ചാൻസ് അവിടെ കണ്ടു, എല്ലാം പൊറത്തിട്ടുണ്ടാവും എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞ് നേരെ അവര്, ഞാൻ റെന്റിനാ താമസിക്കണേ, നേരെ അവരെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അവര് പോയി. അപ്പൊ പിന്നെ നമുക്ക് മനസ്സിലായി ഒഴിവാക്കണെയാണ്. അതായത് അവര് സപ്പോസ് നിങ്ങളന്ന് മരിച്ചുപോയെന്ന് വിചാരിച്ചോ, അതെ, ഇവിടെ എന്തായിരിക്കും നിങ്ങളെ കഥ ഇവിടെ പ്രചരിച്ചിട്ടുണ്ടാവും? നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? നിങ്ങൾ കേരള സ്റ്റോറിയാണ്. നിങ്ങൾ ലവ് ജിഹാദിന്റെ ഇരയാണെന്നല്ലേ ഇവിടെ വരാ. അതെ അതെ, നിങ്ങൾ ട്രാപ്ഡ് ആവുകയായിരുന്നു ഈ സാധനത്തിന്, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല.